ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ പേരുടെ ഡ്രീം ലെൻസാണ്. പുതിയ ലെൻസ് എടുത്തിട്ടുണ്ട്, സിഗ്മയുടെ 2470 2.8 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ലെൻസാണ്. അപ്പോൾ ആക്ച്വലി എനിക്കൊരു ലെൻസ് ഉണ്ടായിരുന്നു, ജി മാസ്റ്റർ 2470 2.8 ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓൾഡായി. പിന്നെ അത് മാത്രമല്ല നല്ല ഹെവി വെയിറ്റ് ആണ് ആ ലെൻസ്. അപ്പോൾ ജിമ്പലൊക്കെ യൂസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സിഗ്മയുടെ 2470 എടുത്തത്. ഇത് DGDN2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റും കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പറയണേ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. സിഗ്മയുടെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് 2 years വാറണ്ടി ഉണ്ട് ഈ ലെൻസ്. ഞാൻ ഇതിനു മുമ്പ് സിഗ്മയുടെ 35 യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലുമിക്സ് ബ്രാൻഡിന് വേണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലെൻസാണ്, നല്ല ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള നല്ല ലെൻസാണ്. പിന്നെ അതുമാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ലെൻസ്. നമുക്കിപ്പോൾ ജി മാസ്റ്റർ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം. ഒരു ബാഗിലൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ലെൻസ് ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നടക്കും. നിങ്ങൾക്ക് വെഡ്ഡിങ് ആണോ ഓട്ടോമൊബൈലാണോ എന്ത് ഷൂട്ടാണെങ്കിലും ഒരു മാതിരപ്പെട്ട എല്ലാ പരിപാടികളും 2470 2.8 നോക്കിക്കോളും. അതുകൊണ്ടാണ് ഈ ഒരു ലെൻസ്, കാരണം ഈ ലെൻസ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ സേഫാണ്. നമ്മൾ വേറെ ഏത് ലെൻസ് പോലെയല്ല, മറ്റേ ഇപ്പോൾ ഈ പറയണ പ്രൈം ലെൻസസുകൾ ക്വാളിറ്റി വരുമെങ്കിലും നമുക്ക് ഈ ലെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതാണ്. ഫുഡില്ലേ, ഫുഡും ഉണ്ട് കേട്ടോ. കൊള്ളാട്ടാ, ഭയങ്കര ചെറിയ ലെൻസാണ്. എന്നുവെച്ചാൽ എൻ്റെ കയ്യിലുള്ള ജി മാസ്റ്റർ 2470 വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ചും കൂടി ചെറുതാണ്, കുറച്ച് വെയിറ്റ് കുറവുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് മെയിനായിട്ട് ഇത് പ്രിഫർ ചെയ്തത്. കാരണം എനിക്ക് എൻ്റെ വർക്ക് ഓട്ടോമൊബൈലായതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയിരിക്കും ജിമ്പലിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്തത്. ഇത് ഓൺലൈനിൽ നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 1 lakh+ പ്രൈസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്കിപ്പോൾ 95-നാണ് ലാസ്റ്റ് കിട്ടിയത്. നല്ല ഡീലായിരുന്നു അത്യാവശ്യം. അപ്പോൾ ഇതിൻ്റെ ഹുഡും കൂടി ഇട്ട് വരുമ്പോഴേക്കും സെറ്റ്. ലെൻസ് ഫുള്ള് കണ്ടോ, ലെൻസ്. ഇതിൽ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഇതിൻ്റെ കുറച്ച് മുമ്പേ ഉള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പുറത്തേക്ക് തള്ളിയിരിക്കണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെൻസ് ലോക്ക് ചെയ്യാൻ പറ്റും. വേറൊരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെൻസിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നൈസാണ്, കാരണം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്കും ഭയങ്കര ഈസി ആക്സസിന്. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ബട്ടൺ ഇവിടെ കൊടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റണ്ട, എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റം ബട്ടൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു ജി മാസ്റ്ററിൽ കിട്ടുന്ന പരിപാടിയൊക്കെ ഇതിലും കിട്ടും. ഈ ലെൻസ് ഞാൻ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ലെൻസാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ മറ്റേതുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഈ 2470 2.8 എന്ന് പറഞ്ഞ ലെൻസേ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈലിനൊക്കെ ഇങ്ങനെ ഒരു ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ. പക്ഷേ അന്നൊക്കെ ഭയങ്കര റേറ്റാണ്, കാരണം ഇതിൻ്റെ 2470 എപ്പോഴും ഒരു 1.5 രൂപ എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഒരു ഡ്രീം ലെൻസാണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവരുടെയും ഒരു ബാഗിൽ ഉള്ള മെയിനായിട്ടുള്ള ഒരു ലെൻസ് ആയിരിക്കും ഈ പറയുന്ന ഒരു 2470 ആ ഒരു ഇത്. അപ്പോൾ ഫൈനലി നമ്മൾ എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കണ്ടൻസും പരിപാടികളൊക്കെ വന്നിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പം അടുത്ത ഇത് വെച്ചിട്ടാണ്.